ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അൺബോക്സിങ്ങും ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഫ്ലിപ്കാർട്ട് വഴിയാണ് ഓർഡർ ചെയ്തെടുത്തതാണ്, ഐബലിന്റെ ആണ് കേട്ടോ. അപ്പൊ എന്താണ് അൺബോക്സ് ചെയ്ത് കാണിക്കുക. ഇതിപ്പം ഓൾറെഡി ഈ പാക്കറ്റ് പൊട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതെന്നാന്ന് വെച്ചാൽ നമുക്ക് ഡെലിവറി ബോയ് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലെ സാധനങ്ങൾ തരത്തുള്ളൂ. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അവർ അന്നേരം അവിടെ തന്നെ വെച്ച് അവർ തിരിച്ചു കൊണ്ടുപോകും. അപ്പം ഡാമേജ് ഒന്നും പുറമേ ഇല്ലെന്ന്, പൊട്ടലും തട്ടലും ഒന്നും ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് തരുന്നത്. ഓൾറെഡി എന്നെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു സാധനം കേട്ടോ. അപ്പം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവരെ ആരെയും കാണിച്ചിട്ടില്ല. അപ്പം ചിക്കുമൊക്കെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്താ സാധനം എന്ന്. ഇതിനു മുമ്പ് നമ്മൾ ഒരു അൺബോക്സിംഗ് നടത്തിയത് ഒരു ഓവൻ ആയിരുന്നു, ഒരു OTG ഓവൻ ആയിരുന്നു ഡിസംബറിൽ. അപ്പൊ അത് ഐബൽ കമ്പനിയുടെ ആയിരുന്നു. ഇതും ഐബൽ കമ്പനിയുടെ ആണ്. ഇതാണ് സാധനം, സാൻഡ്വിച്ച് മേക്കർ. അപ്പൊ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കഴിച്ചാൽ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാന്ന് വിചാരിച്ചിട്ടാ. മാത്രമല്ല ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനൊക്കെയാണ്. സാൻഡ്വിച്ചിനേക്കാളും കൂടുതൽ ഞങ്ങളെപ്പോഴും ബ്രെഡ് ദോശക്കല വെച്ച് ടോസ്റ്റ് ചെയ്ത് കഴിക്കാറുണ്ട്. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് സാൻഡ്വിച്ചും ആക്കിയെടുക്കാം, ടോസ്റ്റ് ചെയ്ത് പല രീതിയിലെടുക്കാം. പിന്നെ ഇതിന് പല ഉപയോഗങ്ങളുണ്ടെന്നാണ് കണ്ടത്. ഓരോന്ന് നോക്കണം കേട്ടോ എന്തൊക്കെയുണ്ടെന്ന്. അപ്പം ഇതൊരു ക്യൂട്ടാണ്, കുഞ്ഞാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഐബലിൻ്റെ ആണ് സാധനങ്ങൾ വാങ്ങാറുള്ളത് കൂടുതലും. ഐബലിൻ്റെ നല്ല നല്ല കമ്പനിയാണ് കേട്ടോ. ഇതുവരെ എനിക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ കാര്യമായിട്ട്. പിന്നെ എൻ്റെ 2 ഓവനിൽ ഒരു ഓവൻ്റെ കോയിൽ ഇച്ചിരി ഹീറ്റ് ആകാതെ വന്നപ്പോൾ അത് കമ്പനിയിൽ തന്നെ സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വന്ന് എനിക്ക് നന്നാക്കി തന്നു കേട്ടോ. അപ്പോൾ ഒരു വിശ്വാസമുള്ള ഒരു കമ്പനിയായിട്ട് ഐബലിനെ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടു. ഇതിന് നല്ല കണക്ഷൻ വയർ കുറച്ച് നീളത്തിലുണ്ട് കേട്ടോ. അത് തന്നെയാണ് ഞാൻ പലതും നോക്കിയായിരുന്നു. നമ്മളൊരു സാധനം ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഒത്തിരി നോക്കൂലോ ഏത് കമ്പനിയാണെന്നല്ല. ഇപ്പം ഇതിനകത്ത് നല്ല നീളത്തില് 1 മീറ്ററിൽ കൂടുതലുണ്ട് കേട്ടോ. കണക്ഷൻ പ്ലഗ് കുത്താനുണ്ട്. അപ്പം ഇതുണ്ടോ, ഇതാണ് ഒരു കുഞ്ഞ സാധനം, ക്യൂട്ടായിട്ടുള്ള സാൻഡ്വിച്ച് മേക്കറാണ്. നല്ല ഫിനിഷിംഗ് ആണ്. ഇതുണ്ടോ, ഇതിന്റെ പുറത്തൊക്കെ നമുക്ക് മുഖം നോക്കാം, നല്ല ഫിനിഷിംഗ് ആണ്. അപ്പം നമുക്കിത് തുറന്നൊക്കെ നോക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി, സൂപ്പറാണ്. കണ്ട ഒരു റേഡിയോ പോലെ ഉണ്ടല്ലേ. ഇതിങ്ങനെ തൂക്കി പിടിച്ചാൽ ഇത് തൂക്കാനുള്ളതാണോ? അല്ല കേട്ടോ, ഇതിന്റെ ഹാൻഡിലാണേ. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ഇതാണ് എന്റെ ഹാൻഡില്. ബോക്സ് എല്ലാം ഇതാണ് ഹാൻഡില്. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ പല കമ്പനിയുടെ നോക്കി കേട്ടോ. അപ്പൊ എന്നാന്ന് വെച്ചാല് ഇവിടെ ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത്രേ തുറക്കത്തുള്ളൂ. പല സാൻഡ്വിച്ച് മേക്കറും ഇത്രേ തുറക്കാൻ പറ്റുന്നുള്ളൂ ഇങ്ങനെ. അപ്പൊ നമ്മൾ അതിന്റെ അടിയിലേക്ക് വെക്കണം. പിന്നെ നമുക്ക് വലിയ സാൻഡ്വിച്ച് ഇങ്ങനെ ഇതേലും ബർഗറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അങ്ങോട്ട് കയറി നിൽക്കുമ്പോൾ അടിവശത്ത് തട്ടും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് എന്നാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തുറക്കാം. കണ്ടോ, ഇങ്ങനെ തുറക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇത് ഞാൻ നോക്കി കണ്ട് മനസ്സിലാക്കിയതാണ് ഇവിടെ ഓൺലൈൻ നോക്കിയപ്പോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പം ഇത്രയും പൊക്കത്തിലുള്ള സാൻഡ്വിച്ച് ഇത് കണ്ടോ, ഇത്രയും പൊക്കത്തിലാണെങ്കിലും നമുക്കിത് കിട്ടും. ഇത്രയും ബർഗറിന്റെ ഒക്കെ സൈസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, പവറിന്റെ 2 ബട്ടൺ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ കാണിക്കാനുള്ളത്, ഇതിന്റെ ഇത് കണ്ടോ, ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പൊ ഇതിലെ ഇങ്ങനെ ഡസ്റ്റ് എല്ലാം ഇങ്ങനെ തൂത്ത് നമ്മള് ഇതാ ഈ ഒരു പൊത്തുണ്ടല്ലോ, ഈ ഒരു പൊത്തി കൂടി ഇങ്ങോട്ട് താഴോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ താഴെ ഒരു ട്രേ ആണുള്ളത്, ഒരു കൊച്ചു ട്രേ ആണ് കേട്ടോ ഇത്, കണ്ടോ. അപ്പൊ അത് വലിയ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അല്ല, പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷെ എങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആ ട്രേ എടുത്തിട്ട് നമുക്ക് ഓയിലൊക്കെ എക്സ്ട്രാ ഇപ്പൊ ഗ്രില്ല് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഓയിൽ, ഫിഷിന്റെ ഒക്കെ ഓയിൽ ഇറങ്ങി വരുമല്ലോ, അത് പിന്നെ ബ്രെഡൊക്കെ വെക്കുമ്പോൾ അതിന്റെ പൊടി ഇതെല്ലാം നമുക്ക് ഈ ട്രേയിൽ വരും. ആ ട്രേ എടുത്തിട്ട് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് പൊതുവെ ആദ്യം എനിക്ക് കാണിക്കാനുള്ളത്. ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കൊന്ന് പ്ലഗ് ഓൺ ചെയ്ത് നോക്കാം. എങ്ങനെയാ അതിന്റെ മെത്തേഡെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. 2 ലൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ മാനുവൽ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത് ഇത് ചൂടാകുമ്പോൾ ഇതിൽ ഒരു ലൈറ്റ് ഓഫ് ചെയ്യും എന്നാണ് എന്റെ വിചാരം. ഓഫ് ആകുമോ? ഓഫ് ചെയ്യുന്നല്ല, ഓഫ് ആകും തന്നെ, കട്ട് ഓഫ് ആകും തോന്നുന്നു. അങ്ങനെ അതിനകത്ത് കണ്ടെന്ന് തോന്നി. ഞാൻ വായിച്ചൊന്നും നോക്കിയില്ല കേട്ടോ. പക്ഷെ ഞാൻ നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്തിട്ട് അത് വാങ്ങിച്ചത്. സാധാരണ ഞാൻ അങ്ങനെയാണ് വാങ്ങിക്കാറുള്ളൂ. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ പല കമ്പനിയുടെ, ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ തന്നെയാണെങ്കിലും പല കമ്പനിയുടെ വരും. പിന്നെ ആമസോണിലോട്ടൊന്നും ഞാൻ അധികം നോക്കാറില്ല, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കൂടുതലും കേട്ടോ. ആമസോണും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പല മോഡൽ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ എല്ലാം ഫങ്ഷനിങ് എങ്ങനെയാന്നൊക്കെ മനസ്സിലാകും.
ഒന്ന് രണ്ട് ദിവസത്തെ പഠനം കഴിഞ്ഞിട്ടാണ് ഞാനൊരു സാധനം സെലക്ട് ചെയ്തത്, അല്ല ചിക്കു? അപ്പൊ അതിന്റെ ഗുണമുണ്ടല്ലോ വാനം, നമുക്ക് പറ്റിയിട്ട് വരുന്നില്ല. ഇതിപ്പം നല്ല ഓഫർ പ്രൈസിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. വില പറയുന്നില്ല, നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കിക്കോളൂ, പല കമ്പനിയുടെ ഉണ്ട്, വില പറയുന്നില്ല. ഓഫർ എന്ന് പറയുമ്പോൾ ഒരു 79% മറ്റോ ഡിസ്കൗണ്ടിലാണ് ഈ സാധനം. സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടി. അപ്പൊ അത് നോക്കാൻ ചൂടാകുമ്പോ എങ്ങനെ വരുമെന്ന്. ഞാൻ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് നമുക്ക് തൂക്കണ്ടേ, തൂത്തിട്ട് ഓണാക്കായിരുന്നു. അത് നമുക്ക് ഇനി തൂത്തെടുക്കാം. ചുമ്മാ ചൂടാകുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ചൂടാകുന്നുണ്ട്. ഒരു മണം വരുന്നുണ്ട്, പുതിയൊരു മണം അല്ലേ? തൂത്തിട്ട് ചൂടാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഇത് മെറ്റലാണ് സാധനം കേട്ടോ. അതിന്റെ പുറം ഇതിനകത്തെ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആണ്. അകത്തുള്ളത് നോൺ സ്റ്റിക്ക് ആണ്, പുറത്തുള്ളത് സാധനം മെറ്റലാണ്. നോക്കാം നമുക്ക്. അപ്പൊ ഇത് ചൂടായി വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ ഇതിന് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ, ചൂട് അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല. അത് നമ്മുടെ ഈ എയർ ഫ്രയറും പിന്നെ മറ്റേ നമ്മുടെ ഓവനൊക്കെയാണ് ചൂട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, ചെറുതല്ലേ? ഉണ്ടായിരിക്കാം, പക്ഷെ ഇത് ഞാൻ നോക്കിയിട്ട് നല്ലൊരു സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ റിവ്യൂ ഇട്ടേക്കുന്നതിനകത്ത് ചിലർ പറയും സൈസ് ചെറുതാന്നൊക്കെ, പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇത് 2 സാധാ പീസ് ബ്രെഡ് വെക്കാനുള്ളതുണ്ട്, ഇല്ല ചിക്കു? 2 പീസ് ബ്രെഡ് വെക്കാനുള്ളതുണ്ട്. അപ്പൊ 2 സാൻഡ്വിച്ച് ഉണ്ടാക്കാം, അല്ലെ വലിയ സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ ഒരെണ്ണം വെക്കാം. ശരി, ഒരു മണം വരുന്നുണ്ട്. അത് മണം അങ്ങനെ വരുന്നതാ, ഏത് സാധനമാണെങ്കിലും പുതിയതായിട്ട് ചൂടാക്കുമ്പോൾ മണം വരും. മൊത്തത്തിലൊന്ന് ചൂട് പിടിക്കുന്നതിന്റെ ഒരു മണമാണ്, അത് പ്രശ്നമില്ല. നമ്മൾ ഏത് സാധനമാണെങ്കിലും പുതിയതായിട്ട് ഒരു നോൺ സ്റ്റിക് ചട്ടി ആണെങ്കിൽ പോലും നമ്മൾ പുതിയതായിട്ട് അങ്ങ് ചൂടാക്കിയ ഒരു മണമുണ്ട്. അപ്പൊ ഇത് കട്ടായി കേട്ടോ, നോക്കി ഈ പച്ച തെളിഞ്ഞത് ഇപ്പൊ ചൂടായി. അല്ലാതെ തന്നെ കട്ടായതാ. അതായത് മിനിമം ചൂടിൽ എത്തിക്കഴിഞ്ഞപ്പോ അത് കട്ടായി കണ്ടോ. ഇനി ആ റെഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴാണ് ചൂടായെന്നായി. ഇപ്പൊ നമ്മള് പ്രീഹീറ്റ് ചെയ്യില്ലേ, ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യുന്ന പോലെയാണ് ഇതെന്ന് ഇപ്പൊ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ. ഇത് കട്ടായി. ഇനിയിപ്പം ഇവിടെ നമുക്ക് ബ്രെഡ് വെക്കാം. ചൂടായി, നല്ലപോലെ ചൂടായി. നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് സാൻഡ്വിച്ച് പോലെ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഞാൻ തൽക്കാലം പ്ലഗ് ഓഫ് ചെയ്യട്ടെ, ബ്രെഡിനുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കാണിക്കാട്ടോ. Been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays. Way back a year ago, I've changed for the better this time. I thought I would never be fine. I strive just to say I'm alright, and for the first time in a long time I'm alright. Been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays. Way back a year, they were a year ago, but all will be okay. I move on each and every day. The past is where it stays. Way back a year ago, I've changed for the better this time. I thought I would never be fine. I strive just to say I'm alright, and for the. അപ്പൊ നമ്മളെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ഒക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോന്ന്. അപ്പൊ എൻ്റെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടി ഇരിപ്പുണ്ടായിരുന്നേ, അപ്പൊ അതും കൂടെ അങ്ങോട്ട് എരിഞ്ഞിട്ടേക്കാന്ന് വെച്ചു. നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ടിട്ടുണ്ട്, എന്നാലും ഇതും കൂടെ കിടക്കട്ടെ എന്ന് വെച്ചു. അപ്പൊ അതും കൂടി ഇട്ടിട്ട് ഇപ്പം പെട്ടെന്ന് ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണേ. കാരണം ഇത് ഇന്നിപ്പോ കൊണ്ടുവന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഒരാകാംക്ഷയില്ല നമ്മൾ പുതിയത് കൊണ്ടുവരുമ്പോ എങ്ങനെ വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് പല വെറൈറ്റി ഡിഷസും ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസ് ഒക്കെ അറിയാമെങ്കിലൊന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു തരണേ. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇടേണ്ടതായിരുന്നു കേട്ടോ, ഇവിടുത്തെ തീർന്നിരിക്കുമായിരുന്നു. അതുകൊണ്ട് സോസ് ഉണ്ടായിരുന്ന ഒരു ഇത്തിരിയെ ചേർക്കാൻ പറ്റുള്ളേ, ടൊമാറ്റോ സോസ് വാങ്ങിക്കാൻ പറ്റിയില്ല ഇപ്പം. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്യാബേജ്, തക്കാളി, സവാള, മുട്ട, മയണൈസ്, പിന്നെ ഇട്ട നമ്മൾ കുരുമുളക്, ഉപ്പ്,
നാരങ്ങാനീര്. നാരങ്ങാനീര് ഒക്കെ ഉണ്ട്. അപ്പം തൽക്കാലം നമുക്കിത് മതിയൊരു ഫില്ലിങ്. പിന്നെ ഇപ്പം നോമ്പുകാലം ആയതുകൊണ്ടാട്ടോ, നോമ്പൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ എന്തെങ്കിലുമൊക്കെ ഫിഷിൻ്റെ വെറൈറ്റീസോ ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൂട്ട് വെറൈറ്റി സാൻഡ്വിച്ച് അറിയാമെങ്കിലും ഒന്ന് പറയാമല്ലോ കേട്ടോ. പിന്നെ പല ഡിഷസ് അത് കഴിഞ്ഞ് ഉണ്ടാക്കാം നമുക്ക്. ട്യൂണ സാൻഡ്വിച്ച് ഉണ്ടാക്കാം നോയമ്പ് കഴിയുമ്പോൾ, ക്യാൻ ട്യൂണ വെച്ച് പലതും ഉണ്ടാക്കണം. അപ്പം ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയുക മാത്രം. നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോന്ന്. അല്ല കേട്ടോ, മുട്ടയും കൂടെ പുഴുങ്ങിയത്, അതിൻ്റെ മുട്ടയുടെ ഉണ്ണിയൊക്കെ കൂടെ ചെന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് വേണോ ചൂടെ? ഉപ്പുണ്ട്. മതിയല്ലേ? അപ്പൊ നമ്മുടെ ക്യൂട്ടി സാൻഡ്വിച്ച് മേക്കറിനെ തൂത്തൊക്കെ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ അധികം ഇലക്ട്രിസിറ്റി ഒന്നും ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. കുറെ പേര് ഈ ബ്രെഡിന്റെ സൈഡൊക്കെ ചെത്തിക്കളയും, പക്ഷെ ഒന്നും കളയേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടം ബ്രെഡിന്റെ ഈ ആദ്യത്തെ പീസ് കേട്ടോ. ആദ്യത്തെ പീസ് അവസാനത്തെ പീസും എനിക്ക് ഇഷ്ടമാണേ. നമുക്കത് ഉണ്ടാക്കിയിട്ടേ അപ്പായിക്ക് കൊടുത്തു നോക്കണം. അപ്പൊ ചൂടാവട്ടെ. ചൂടാകുമ്പോൾ ഇത് ഓഫ് ആകും തന്നെ, ഈ പച്ച ലൈറ്റ് ഓഫ് ആകുവേ. പിന്നെ ഇതിന്റെ വാറണ്ടി കാർഡൊക്കെ ഇതിന്റെ കൂടെ തന്നിട്ടുണ്ട്, ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് ഇത് കണ്ടോ, വാറണ്ടി കാർഡൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വാറണ്ടി 1 വർഷമുണ്ട്. പിന്നെ എക്സ്ട്രാ 1 ഇയർ വാറണ്ടിയും കൂടെ ഉണ്ട്. നമ്മൾ വിളിച്ചാൽ മതി. അപ്പോൾ 2 വർഷത്തേക്കുള്ള വാറണ്ടി ഉണ്ട് കേട്ടോ. ഈ ഐബൽ കമ്പനിയുടെ വാറണ്ടി നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. കാരണം ഞാനിപ്പോൾ ഓവൻ റെഡിയാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓവൻ്റെ ഒരു കോയിൽ ഹീറ്റ് ആകാതെ വന്നപ്പോൾ ഐബലിൻ്റെ ടെക്നീഷ്യൻ തന്നെ ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് ഈ വാറണ്ടി പീരീഡിനുള്ളിൽ ഇപ്പം ഇതാണ് 2 വർഷത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ സാൻഡ്വിച്ച് അങ്ങോട്ട് വെക്കാൻ പോവാണേ. നല്ല ചൂടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ചില ഓയിൽ തടവണമായിരുന്നോ? ഓയിൽ വേണ്ട, ഇത് ഓയിൽ ഫ്രീ ചെയ്യാനല്ലേ. അപ്പം തന്നെ ഓയിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം സാധാ ബ്രെഡ് ആകുമ്പോൾ 2 വെക്കാൻ പറ്റുന്നുണ്ട്. ഇത് മതി, 2 ബ്രെഡെന്ന് അവർ കപ്പാസിറ്റി പറഞ്ഞിരുന്നേ. അപ്പം ഇങ്ങനെ 2 ബ്രെഡ് വെച്ചു. ഒന്ന് അമുക്കി കൊടുക്കാം. നമുക്കൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് എത്ര സമയം വേണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതായത് ടൈമറും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് പതുക്കെ പൊക്കി നോക്കാം ഇടയ്ക്ക്, അല്ലേ ചിക്കു? സൈഡിൽ കൂടെ ഇച്ചിരി പുകയൊക്കെ പോകുന്ന കാണുമ്പോ അത് പിന്നെ കണ്ടോ, അതിന്റെ ചൂട് ഇങ്ങനെ ഞാൻ കണ്ടിരുന്നത്. അതിന്റെ ചൂട് മാക്സിമം എത്തുമ്പോൾ അത് ഓഫ് ആകും. പിന്നെ ആവശ്യമുള്ള പോലെ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അപ്പൊ നമുക്കൊരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് പൊക്കി നോക്കാം. 2 മിനിറ്റ് നോക്കാം അല്ലേ? നന്നായിട്ട് ചേർന്നിരിക്കുന്നുണ്ട് കേട്ടോ. അല്ല, ഏതാണ്ട് 1 മിനിറ്റിന് അടുത്തായിട്ടുണ്ടാവും. നമുക്കൊന്ന് പൊക്കി നോക്കാം. ആയി വരുന്നുണ്ട്. കുറച്ചുകൂടെ മരിയണം അല്ലേ? ഇച്ചിരി കൂടെ വെക്കട്ടെ? ഒന്നുകൂടെ കരിയല്ലോ, ഒന്നുകൂടെ നമുക്ക് വെക്കാവേ. ഒരു 10 സെക്കൻഡ് പൊക്കി നോക്കട്ടെ. നമുക്ക് ഇതിന്റെ ടൈമിംഗ് ഒന്നും അറിയത്തില്ല. ഏതാണ്ട് 1 മിനിറ്റ് കൊണ്ട് ആവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ഇവിടെ നിന്ന് മാറ്റാം. എങ്ങനെ മാറ്റുമെന്നൊന്നും എനിക്കറിയില്ല. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഉണ്ടോ? എടുക്ക്. അടിവശം ഒന്ന് നോക്കാം. മറിച്ച് വെക്കട്ടെ? അടിവശം അങ്ങനെ തന്നെ ആയിരിക്കും. അതെ അതെ അതെ, നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ അതിനകത്ത് ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചീസ് ഉണ്ടെങ്കിൽ ചീസ് നല്ലതാണേ. അങ്ങനെ ക്രിസ്പിനെസ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം അല്ലേ? ഇതാ അതിന്റെ ഡസ്റ്റ് പൊടി വരുന്നത് കണ്ടോ? ആ പൊടി ഇതിനകത്തോട് വന്നോളൂ ഇങ്ങോട്ട്. നല്ല അടഞ്ഞു വന്നല്ലേ ബ്രെഡ്? ചേർന്ന് വന്നു. നമുക്ക് ചീസ് അതിനകത്ത് വെക്കാനുള്ളത് കേട്ടോ. ശരിക്കും നമ്മുടെ കയ്യിൽ ഇപ്പൊ ചീസും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോൾ ബർഗറും ഒക്കെ ചെയ്യാം, പിന്നെ ഗ്രില്ല് ചെയ്യാം എന്നൊക്കെ ഇതിനകത്ത് കണ്ടു. ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യാൻ പറ്റുമായിരിക്കുമേ, ചെറിയ പീസുകളാക്കിയിട്ടേ. അപ്പം നമുക്ക് ആദ്യത്തെ ഒന്ന് തണുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അന്നേരമാണ് ഇത് അടപ്പേ പിടിച്ചത്. നമ്മളിങ്ങനെ മൊത്തം ചേർന്ന് വരുന്നില്ല, കട്ടി കൂടുന്നതനുസരിച്ച് ഇത് പൊങ്ങി നിൽക്കും. ഇത് കണ്ടോ, നല്ലപോലെ ചൂടുണ്ട്. പക്ഷെ നന്നായിട്ട് ചെയ്ത് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അന്നേരമാണ് ഫില്ലിങ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതുണ്ടോ,
സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടെ ചൂട് കുറയട്ടെ, നമുക്ക് അതും കൂടി എടുത്തിട്ട് കഴിച്ചു നോക്കാം അല്ലേ. ഇത് നല്ലതായിട്ട് ഒത്തിരി തണുക്കാൻ നിൽക്കണ്ട, ടേസ്റ്റ് പോകും. ചിക്കുനൊക്കെ തിന്നാൻ ധൃതിയായിട്ട് പറയുന്ന കേട്ടോ അല്ലേ. ടേസ്റ്റ് പോകണ്ടേ? നിനക്ക് തിന്നാൻ അല്ല, ചൂട് പോയാൽ ടേസ്റ്റ് പോകും. ഇല്ല അങ്ങനെ പോകത്തില്ല. ഉച്ചയുടെ ചൂട് കുറയട്ടെ അല്ലേ വാവുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്തത് ആയിട്ടുണ്ട്. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ക്രിസ്പി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ചിക്കുനെ നമുക്ക് സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പൊ 1 മിനിറ്റ് മതി കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് സാൻഡ്വിച്ച് ആവുന്നുണ്ട്. 2 എണ്ണം വെച്ച്. അപ്പൊ ചിക്കുന് നല്ല ക്രിസ്പിയാണ് വേണ്ടത്. അതുകൊണ്ട് ക്രിസ്പി ചിക്കുന് ഇതാ പായ്ക്ക്. ഇങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മിച്ചം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇനി ഉണ്ടാക്കാം. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ടല്ലേ ബാക്കി അല്ലേ. അല്ലേ ചിക്കു? ചിക്കുവിന് ഏതാ വേണ്ടത്? കട്ടിയായിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തണുപ്പിക്കേണ്ടത് തന്നെ വെച്ചാൽ ഇത് തുറന്ന് തന്നെ വെച്ച് നമുക്ക് തണുപ്പിക്കണം കേട്ടോ. അടച്ചു വെക്കാതെ തുറന്ന് തന്നെ ഇരിക്കട്ടെ. പ്ലഗ് ഓഫ് ചെയ്തിട്ടുണ്ട്, തണുക്കട്ടെ. അപ്പൊ നമുക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാം അല്ലേ. ചിക്കുന് വേണോ? വേണ്ടേ? പിന്നെ മതി. കഴിച്ചിട്ട് വല്ലതും പറ്റുമോ നോക്കട്ടെ. ഞാൻ കഴിച്ചിട്ടാ തൂത്തുമല്ലേ നല്ലോല്ലേ. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ക്രിസ്പിയാണോ? ക്രിസ്പിയാണ്. ഫില്ലിംഗ് ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായി കണ്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെക്കാം. കുറച്ചുകൂടി എരിവൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ ചിക്കനോ അതുപോലെ മറ്റേ ട്യൂണ സാൻഡ്വിച്ച് അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷെ ഇതും കുഴപ്പമില്ല കേട്ടോ. ഇതിന്റെ മുകളിൽ ഒരു ചീസ് പീസും കൂടെ വെച്ചാൽ അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പം ഈ ഒരു പുതിയ മെഷീൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുമായിരുന്നു. പലരുടെയും കയ്യിലുണ്ടാകും. പക്ഷെ ഞാനിതൊരെണ്ണം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് കാണിച്ചത് കേട്ടോ. അപ്പം നല്ലതാണ്. 100ൽ 100 മാർക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.